ചരിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നാരദ മാമുനിയെയും വാൽമീകിയെയും ഒക്കെ സാമാന്യം നാം പരിചയപ്പെട്ടു. രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തെ നാം കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ സംവാദത്തിന്റെ പിന്നിലുള്ള ഭാരതീയ വിദ്യാഭ്യാസ രീതിയെ കൂടി നാം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ വൈദിക കാലം മുതൽ ഭാരതീയമായൊരു വിദ്യാഭ്യാസമുണ്ട്. അത് ഗുരു ശിഷ്യ സംവാദമാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്ന ശിഷ്യനും ഉത്തരം പറയുന്ന ഗുരുനാഥനുമാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസം എന്നുള്ളത്. ഉപനിഷത്തുക്കൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഇതേ വിദ്യാഭ്യാസത്തിന്റെ രീതി കാണാം. കേനവും പ്രശ്നവും കഠവും അങ്ങനെയുള്ള ഉപനിഷത്തുക്കളിലെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശിഷ്യന്മാരാണ്, ഉത്തരം പറയുന്നത് ഗുരുനാഥനുമാണ്. നമ്മൾ വാൽമീകി രാമായണം നോക്കിയാൽ അവിടെയും ഇതേ വിദ്യാഭ്യാസത്തിന്റെ രീതി നമുക്ക് കാണാം. ആ രീതി ചോദ്യം ചോദിക്കുന്ന ശിഷ്യനായിട്ടുള്ള വാൽമീകിയും ഉത്തരം പറയുന്ന ഗുരുനാഥനായിട്ടുള്ള നാരദനെയും നമുക്ക് കാണാം. മഹാഭാരതം നോക്കിയാലും ഇതേ വിദ്യാഭ്യാസ രീതിയുണ്ട്. ഭഗവത്ഗീത നാം കേട്ടിട്ടുണ്ടല്ലോ. ഗീതയിൽ ചോദ്യം ചോദിക്കുന്നത് ആരാ? ശിഷ്യനായിട്ടുള്ള അർജുനനാണ്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്നാണ്. ഞാൻ ശിഷ്യനായി അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഭഗവാനെ, അങ്ങയിൽ പരിപൂർണ സമർപ്പണമുള്ള പ്രപന്നനായി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഇതാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസം. ഈ രീതി ഭാരതീയമായ സർവ്വവിദ്യകളിലും നമുക്ക് കാണാം. ചോദ്യം ചോദിക്കുന്ന ശിഷ്യനും ഉത്തരം പറയുന്ന ഗുരുനാഥനും. ഈ ഒരു വിദ്യാഭ്യാസ രീതി വാൽമീകി രാമായണത്തിന്റെ ആരംഭത്തിൽ നാം മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന രീതി വെച്ചാണ് ചോദ്യം. ശിഷ്യന്റെ മനസ്സിൽ ദീർഘകാലമായുള്ള ഒരു സംശയമാണ് ചോദ്യരൂപത്തിൽ ഉന്നയിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന ശിഷ്യൻ തന്റെ മനസ്സിലുള്ള ആ സംശയത്തെ ഗുരുനാഥനോട് ചോദിച്ചു. മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. ഈ വിധത്തിലുള്ള ഒരു നരനുണ്ടോ? എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ടോ? ചോദ്യം സുവ്യക്തമാണ്. ഗുരുനാഥൻ അതിന് സുവ്യക്തമായി ഉത്തരവും പറഞ്ഞു. ഇന്ന ഇന്ന ഗുണഗണങ്ങളുള്ള ഒരു മഹാത്മാവ് മഹാപുരുഷനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യത്തിന് ഉത്തരവും ഭംഗിയായി. ചോദ്യം ശരിയായി, ഉത്തരവും ശരിയായി. ഇവിടെ ചോദ്യം ചോദിക്കാനുള്ള ശിഷ്യന്റെ ആ ഒരു പ്രാഗൽഭ്യം നാം മറക്കരുത്. ജിജ്ഞാസയോട് കൂടിയിട്ടാണ് ചോദ്യം എന്നുള്ളത് കൊണ്ട് തന്നെ തന്റെ ശിഷ്യന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കുന്ന തരത്തിൽ ഗുരുനാഥനും ഇവിടെ ശിഷ്യനോട് സംവദിക്കുന്നു. എല്ലാ ഉത്തരവും കേട്ട ശിഷ്യന്റെ മനസ്സ് സംശയങ്ങളിൽ നിന്ന് പരിപൂർണമായും മാറി. സംശയങ്ങൾ അകന്നകന്ന് മനസ്സ് നിർമ്മലമാകണമെന്ന സത്യത്തെ ബോധ്യപ്പെട്ട് സാക്ഷാത്കരിച്ച് ആ ഗുരുനാഥന്റെ മുന്നിൽ ആ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. തന്റെ ആശ്രമത്തിൽ വന്നു ചേർന്ന തന്റെ ഗുരുനാഥന് വേണ്ടിയിട്ടുള്ള അർഘ്യപാദ്യാദികളെല്ലാം ചെയ്ത് ആ ശിഷ്യൻ ഗുരുനാഥനെ യാത്രയാക്കുന്നു. തന്റെ ശിഷ്യനായ ഭരദ്വാജനെ എടുത്തു വിളിച്ച് നമുക്കിനി നമ്മുടെ ആചരണങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിനായി കുളിക്കാൻ തമസാ നദീ തീരത്തേക്ക് പോകാം, കുടവും വൽക്കലവും ഒക്കെ എടുക്കൂ എന്ന് പറയുന്ന ആ ഒരു രംഗം സർവ സംശയങ്ങളും അകന്നുമാറി തന്റെ മനസ്സുകൊണ്ട് പരിപൂർണ സംതൃപ്തനായ ആ ജിജ്ഞാസു നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ജിജ്ഞാസുക്കളായി തീരുവാനും ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയുവാനും നല്ല ഒരു ഗുരുനാഥനെ ലഭിക്കുവാനും ഒക്കെ ഈ ഒരു സന്ദർഭം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.